ഹേ ഗൈസ് സോ എസ്ക്രിപ്പസ് പിസ്കൽ ടു സോളോ ടെൻസർ ആണ്. സോ നമ്മൾ പിന്നെ വരയ്ക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമാണ് ഗൈസ് എസ്കേപ്പ് ദ KFC ഗൈസ്. KFC ആരടിപൊളി മാറി. ഓ ഗൈസ് ഇവിടെ ഫുൾ ഇതാണ്. ആൻഡ് ഗൈസ് നമ്മളുടെ പുതിയ ടീഷർട്ട് കണ്ടു, നെറൂട്ടോയുടെ ടീഷർട്ട്, നെറൂട്ടോ ആൻഡ് സാസ്കെ. നമ്മൾ വലിയൊരു നെറൂട്ടോ ഫാനാണ് സുഹൃത്തുക്കളെ. നെറൂട്ടോനെ ഇഷ്ടമുള്ളവർ വേട്ടാൻ തന്നെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മളുടെ KFCയിൽ പോയി ചിക്കൻ നിന്നപ്പോഴാണ് ഈ എണ്ണം പറഞ്ഞത് ഇവിടുത്തെ ആൾക്കാർക്ക് പ്രാന്താന്ന്. ആൻഡ് ഗൈസ് നമുക്ക് പോവാം. ഗൈസ് നമുക്ക് 13 സബ്സ്ക്രൈബേഴ്സായി. സോ താങ്ക് യു വെരി മച്ച്. ഗൈസ് ഇവിടെ ചെക്ക് പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ചാടിച്ചാടി പോവാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്, കണ്ട കഴിവാണ് ഗൈസ്. പക്ഷേ ചാടിച്ചാടി പോകാൻ പറ്റുന്നില്ല. ഇതൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഇതെല്ലാം കൂടി പോകുമ്പോൾ നമുക്ക് പോകാം ഗൈസ്. അപ്പോൾ അയ്യോ ഇപ്പച്ചത്തേനെ. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇവിടെ കുറച്ച് പണിയാണ് ഗൈസ്. ഇവിടെ അല്ല, നടുക്കത്തല്ല, ഈ സൈഡാ? യെസ് അല്ല, അപ്പോൾ ആ സൈഡാണ് സുഹൃത്തുക്കളെ. ഓക്കെ ഈ സൈഡാണ്. നമുക്ക് ഇവിടെ ഫോളോ ചെയ്ത് പോവാം. ഓക്കെ 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 നമ്മൾ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി ഇവിടെ അവിടെ ആരാടെ പോണേ? അവിടെ പോണ ആളെ കണ്ടോ നിങ്ങൾ? ഒരു അരിവൻ പോകുന്നു. അരിവൻ മറ്റേ ബാഹുബലിത്തെ യാരിവൻ കൈയും തൂക്കി പോകുന്നേ. ഓ നമ്മൾ ചിക്കൻ്റെ ഉള്ളിലേക്ക് പോയി. ആൻഡ് KFC ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്ത് KFC തിന്നൊന്നും ഇങ്ങനെ ആവും ഗൈസ്. നമ്മുടെ അമ്മ ചെറുതായിട്ടൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ട് കണക്ട് ചെയ്യാൻ. സോ നമ്മൾ ആ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം അമ്മയല്ലേ ഗൈസ്. പോരാളി ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ സുഹൃത്തുക്കളെ. ഇനി എന്താ പരിപാടി? ഇവിടെയാണ് ഗൈസ്. സോ നമുക്ക് ബർഗറിൽ ചാടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് സുഹൃത്തുക്കളെ. എന്നാൽ HT എന്ന യൂട്യൂബ് ചാനൽ, സോളോ ടെൻസർ എന്ന യൂട്യൂബ് ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. ഇപ്പം ചത്തു എന്ന് വിചാരിച്ച് ഞാൻ, പക്ഷെ ചത്തില്ല. നമ്മൾ പ്രോ ആയതുകൊണ്ട് നമ്മൾ ചാവില്ല സുഹൃത്തുക്കളെ. നമ്മളിത് ഫ്രഞ്ച് ഫ്രൈസിൽ കൂടെയാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ എന്തോ ഒരു ഭാഗ്യം. ധാരാളം ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയത് അതിനൊക്കെ പിന്നെ നേരെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി. വളഞ്ഞ് തിരിഞ്ഞൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കും. നമ്മളാണെങ്കിൽ ഓടി ഓടി പോവുകയാണ്. നമ്മൾ വളയുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. കോഴി പുല്ലാണ്ടി കോഴീനെ പിടിച്ച് ചിക്കനാക്കും ഞാൻ. പക്ഷേ കോഴി ചിക്കൻ തന്നെയാണല്ലോ. കോഴീനെ പിടിച്ച് കേസിയാക്കും. കുഴിമണ്ണാണെന്ന് ഓർന്നു. ഓക്കെ സുഹൃത്തുക്കളെ, ഇന്നലെ ഒരു കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സുഹൃത്തുക്കളെ. അയ്യോ ഇയാളെ വായല, ഇയാൾ KFC തിന്ന് പ്രാന്തായി സുഹൃത്തുക്കളെ. നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അയ്യോ എടേ ചെക്ക് പോയിൻ്റ് കിട്ടിയില്ലടേ. എന്തുവാടേ സുഗുണ ഇങ്ങനെ? നമുക്ക് ചെക്ക് പോയിൻ്റ് എടുത്ത് ഇങ്ങനെ ചെക്ക് പോയിൻ്റ് എടുത്തു തോന്നുന്നു സുഹൃത്തുക്കളെ. ഇല്ല എടുത്താ ഇല്ല ഗൈസ്. പിന്നെ എങ്ങനെ പോണേ? അതിൽ ചെക്ക് പോയിൻ്റ് പോയിട്ടൊന്നും ആണില്ല. നമുക്ക് ചാടി പോവാം. ഇങ്ങനെ ചാടി പോകണം ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ വഴുതി പോവും. ഓക്കെ നമുക്ക് ചെക്ക് പോയിൻ്റ് കിട്ടിയെന്ന് തോന്നുന്നു. ആൻഡ് അത് ഫേക്ക് ചെക്ക് പോയിൻ്റ് ആണെങ്കിൽ മൂഞ്ചി എന്നെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സുഹൃത്തുക്കൾ. ചിക്കനൊക്കെ ആദ്യമായി കാട്ടമാതിരി ഇരിക്കുന്നുണ്ട്. ഇത് മുതലയുടെ കേട്ടുമാടെന്ന് തോന്നുന്നു. ചെക്ക് പോയിൻ്റ് കിട്ടി ഗൈസ്, അത് ഫേക്ക്. ഓക്കെ ഇത് ചാവെന്ന് തോന്നുന്നു. ഇതെന്നിട്ട് ചിക്കൻ ക്യൂബാണോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചാടി. ഓ ഗൈസ് അമ്മ വീണ്ടും വിളിച്ച്. അയ്യോ സോറി ഗൈസ്. ഗൈസ് ഈ വലിയ ക്യൂബ് എന്തിനാ ഇവിടെ കൊണ്ട് വച്ചേക്കണേ? ചെറിയ ക്യൂബൊക്കെ കൊണ്ടുവയ്ക്കണ്ടേ? ഇത് പിന്നെ ഭയങ്കര വലുതായോണ്ടേ. നമ്മൾ പ്രോ പ്ലെയേഴ്സിന് വലിയ ക്യൂബാണ് നമുക്ക് ഇഷ്ടമുള്ളത്. നമുക്ക് ഈ ചെറിയ ഇതാരാടേത്? ഹായ്, ആ ക്യാരക്ടർ കൊള്ളാം. പോയിട്ടു ഇതിലൊന്നും ഇതാക്കാൻ പാടില്ല സുഹൃത്തുക്കളെ. നമുക്ക് ഓക്കെ ഇതെങ്ങനെ പോവുക? ഓക്കെ നമുക്ക് ചെക്ക് പോയിൻ്റ് കിട്ടിയോന്നറിയില്ല. ഇല്ല ചെക്ക് പോയിൻ്റ് കിട്ടിയില്ല. നമ്മൾ അതിൻ്റെ ഇടയിൽ ചത്തു. ഓക്കെ വീണ്ടും ചത്തു. ഇത് കുറച്ച് പാടാണ്. ഗൈസ് എത്തിയെന്ന് തോന്നുന്നു. ഇല്ല അതിന് നമ്മളെവിടെയും തട്ടിയില്ലല്ലോ. നമുക്ക് തട്ടാണ്ട് എങ്ങനെയാണ് പോകാൻ നോക്കാം. പക്ഷെ തട്ടിയില്ല കേട്ടോ. അത് കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടാൽ മതി. ഗൈസ് എത്തി. നമ്മളാരാ മക്കൾ? ഓക്കെ ഗായ്സ് ദേഷ്യം വരുന്നേ. എനിക്ക് ഈ റോബ്ലോക്സ് കളിച്ച് അപ്പം പ്രാന്ത് വരും.
പണ്ടൊരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ചത്തുണ്ടെങ്കിൽ ഈ ഗെയിമിനെ അവിടെ വെച്ച് പോകും. ചെക്ക് പോയിന്റ് കിട്ടിയ ചെക്ക് പോയിന്റ് ഈസ് മെയിൻ ഗൈസ്. ചെക്ക് പോയിന്റ് ഇല്ലെങ്കിൽ നമ്മളൊന്നുമല്ല. ഗൈസ് പിന്നെ ഞാൻ 10ാം ക്ലാസ്സിലേക്ക് പാസ്സായിട്ടു. റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമുക്കധികം പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഹാർഡ് വർക്ക് ഒരിക്കലും കൈവിടരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ക്രിസ്മസിനൊക്കെ ഉഴപ്പി. അതായത് ഉഴപ്പാൻ മീൻസ് അങ്ങനെ ഉഴപ്പല്ല, നിങ്ങൾക്കറിയാലോ ഗൈസ്. അതായത് ഈ ആവറേജ് സ്റ്റുഡൻസിന് മനസ്സിലാവും അത്. കാരണം നിങ്ങൾ എല്ലാ എക്സാമിനും തോക്കും, ഏതെങ്കിലും ഒരെണ്ണത്തിലൊക്കെ തോക്കാണ്ടിരിക്കില്ല. ഈ ആവറേജ് സ്റ്റുഡൻസ് അങ്ങനെയാണ്. ആൻഡ് അത് ചിലപ്പോൾ മിഡിലായിട്ട്, ചിലപ്പോൾ ജസ്റ്റ് പാസ്സൊക്കെ ആയിരിക്കും. ഞാൻ ആ ഒരു കൂട്ടത്തിലാണ് എപ്പോഴും. അത് ജസ്റ്റ് പാസ്സാണ് സുഹൃത്തുക്കളെ. ഞാൻ ചിലതിലൊക്കെ ഇംഗ്ലീഷിലെനിക്ക് നല്ല മാർക്കാണ്. ഇവിടെ ഫാസ്റ്റ് ആട്ടോ. ഓക്കെ, ഫസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഞാൻ കാലിസ്തനിക്സ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു പർപ്പസ് ഇല്ല ലൈഫിൽ. സോ ഞാൻ കാലിസ്തനിക്സ് ഒക്കെ ചെയ്യും. ആൻഡ് എനിക്ക് ഹെഡ് സ്റ്റാൻഡ് അറിയാം, എൽബോ ലിവർ അറിയാം. ആൻഡ് പിന്നെന്തൊക്കെ അറിയാം, പിന്നെന്താ ഗൈസ്, എൽബോ ലിവർ അറിയാം, ഹെഡ് സ്റ്റാൻഡ് അറിയാം. പിന്നെ യോഗയിലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അറിയാം സുഹൃത്തുക്കളെ. നമുക്ക് ഇതിൽ കൂടെയാണ് പോകേണ്ടത്. ഓക്കെ, അവിടെ ചത്തു. നമ്മളും ചത്തു. കളിയൊക്കെ ഇതായിരുന്നു. ഇവള് ക്യാരക്ടർ സൂപ്പറല്ലേ. എനിക്കുണ്ടായിരുന്നു പണ്ടൊരു ക്യാരക്ടർ, പക്ഷെ എനിക്ക് ഈ ക്യാരക്ടർ ഇപ്പം അധികം ഇതിൻ്റെ ഹൈറ്റ് ഇത്തിരി പ്രശ്നമുണ്ട്. കാരണം എന്താണെന്നറിയാം ഗൈസ്, ഇവളുടെ ഹൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എല്ലാം ക്ലിക്ക് ചെയ്യാനുണ്ടോ? ഹൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെക്ക് പോയിൻ്റ് ഇല്ല ഗൈസ്. ഇവിടെ ചെക്ക് പോയിൻ്റ് അവിടെയും ഇല്ല. ഇവിടെ എന്തോ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം തോന്നുന്നു. ഓക്കെ, വീണ്ടും ചത്തു. പിന്നെന്താ ഗൈസ് അറിയാം, കുറേ അറിയാം. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹാൻഡ് സ്റ്റാൻഡാണ് സുഹൃത്തുക്കളെ. ഹാൻഡ് സ്റ്റാൻഡ് അറിയണവരൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഹാൻഡ് സ്റ്റാൻഡ് എല്ലാവരും കാലിസ്തനിക്സിൻ്റെ ഒരു ഡ്രീമാണ് ഗൈസ്. യെസ്, ഞാനിപ്പോൾ ഒരു പകുതി കാലിസ്തനിക്സ് ആയി. അതായത് പകുതി കുറച്ചൊക്കെ ഇപ്പോൾ ഞാൻ എന്താ പറയുക, പുള്ളപ്പ് കുറച്ച് പഠിച്ചിട്ടുണ്ട്. ആൻഡ് പുഷപ്പും എൽബോ പുഷപ്പ് അറിയാം. ആൻഡ് ഇത് പോകുന്നില്ലല്ലോ. എൽബോ പുഷപ്പ് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ബെഡ് പുഷപ്പ് അറിയാം. സാധാ പുഷപ്പ് ഇപ്പോഴും പഠിച്ചിട്ടില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കിപ്പോഴും ഉണ്ട്. പുഷപ്പ് പഠിക്കാറില്ലെങ്കിൽ ഒന്നുമല്ല ഗൈസ്, ഞാൻ പറയുകയാണെങ്കിൽ. കാരണം പുഷപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. ഓക്കെ, ഇങ്ങനെ ഇടുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. ചത്തു ഗൈസ്. ഇത് പുറാന്ത് വരുന്നുണ്ട്. നമുക്കൊന്ന് സ്പീഡിൽ കളിക്കാം ഗൈസ്. ഞാൻ വായ പൊത്തി എപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ സ്പീഡിൽ കളിക്കാന്ന് പറഞ്ഞാൽ വായ പൊത്തി ഇങ്ങനെയാണ് ഗൈസ് എപ്പോഴും. ക്ഷേമുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെയാണ് തോന്നേക്കണത്. എൻ്റെ അവിടെ എന്തോ സാധനമുണ്ട്. ചെക്ക് പോയിൻ്റാണ് ഗൈസ്. വീണ്ടും അയ്യോടെ വീണ്ടും ചെയ്യേണ്ടി വന്നു ഗൈസ്. എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ അതിൽ കൂടെ പോയാൽ പോരെ. ഞാൻ എന്താ വണ്ടിയാ? അയ്യോ, പറ്റില്ല അല്ലേ ഗൈസ്, ഇതിൽ കൂടെ തന്നെ പോകണം. അപ്പോൾ നമുക്ക് വീണ്ടും സ്പീഡിൽ കളിക്കാം. ഗൈസ്, നമ്മളെത്തി. അത് ഒരു വശം കൂടി ചെയ്യണമായിരുന്നു. നമ്മൾ ചെക്ക് പോയിൻ്റ് എടുത്തു. ഇത് മറ്റേതിൻ്റെക്കാട്ടും കുഴപ്പമില്ല ഗൈസ്. ഈ സാധനമില്ലേ നമ്മുടെ ഈ പിരമിഡിൻ്റെ, അത് പ്രാന്ത് വന്ന സുഹൃത്തുക്കളെ. ഞാൻ എൻ്റെ ജന്മത്ത് കളിക്കാത്ത അതിലിങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അത് പക്ഷേ ഇളകുമായിരുന്നു. അതും പണിയായിരുന്നു. ഇതും കുറച്ച് പണിയാണ്. എന്നാലും ഇത് അനങ്ങാത്തതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു ഗൈസ്. ഇത് കുറച്ച് മേലേക്കാണ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഴാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഗൈസ്, ഇതൊരു വട്ടുപിടിച്ച കേസാണ് കേട്ടോ. ഈ മേലെ കയറാന്നുള്ളത് അത്രയുണ്ട് സുഹൃത്തുക്കളെ. അവിടെ നിന്ന് എങ്ങാനും താഴെ എന്നാലോചിച്ചു ഗൈസ്. ലാസ്റ്റ് എത്തിയിട്ട് പിന്നെ ഈ ഗെയിം, ഈ റോബ്ലോക്സ് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും ഗൈസ്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഒന്നാമതേ ഈ റോബ്ലോക്സ് ഒരു പ്രാന്ത് ഗെയിമാണ്. ഗൈസ്, എൻ്റെ പൊന്നെ. ഓക്കെ ഗൈസ്, നമുക്ക് സ്പീഡ് കളിക്കാം. ഓക്കെ, ഇവിടെ ഒരു വലിയ കിഴത്തുണ്ട്.
ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ എത്തി. നമ്മൾ ചെക്ക് പോയിന്റ് എടുത്തില്ലേടെ, ചെക്ക് പോയിന്റ് എടുത്തു മാത്രം പറയണം. അവിടെ പിന്നെ ബർഗറൊക്കെയാണ്. ഇത്രയും വലിയ സാധനം കഴിഞ്ഞാൽ നമുക്ക് എന്തിനാടേ. ഗൈസ്, നമുക്കൊന്ന് റീസ്പോൺ അടിക്കാം, കാരണം എനിക്ക് വീട്ടിൽ കയറാൻ വയ്യ. നമുക്ക് ചെക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ചെക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് ഓഫ് കഴിച്ചത് ഇത്തിരി എനിക്ക് വയ്യ. ഓ ഗൈസ്, എനിക്ക് തോന്നുന്നു കടിച്ച ബർഗറിൽ കൂടെ പോകണം ഗൈസ്. യെസ്, അതാണ് സംഭവം. ഗൈസ്, ഞാൻ തൊട്ടിട്ടും കൂടി ഇല്ല ഗൈസ് അത്. യെസ്, ഇത് തൊട്ടുണ്ട്, പക്ഷെ മറ്റേ ഞാൻ തൊട്ടിട്ടും കൂടി ഇല്ല. അറ്റത്തെത്തുമ്പോൾ ചേട, അറ്റത്തെത്തുമ്പോൾ ചേട, അറ്റത്തെത്തുമ്പോൾ ചേട, അറ്റത്തെത്തുമ്പോൾ ചേട, അറ്റത്തെത്തുമ്പോൾ ചേട, അറ്റത്തെത്തുമ്പോൾ ചേട, അറ്റത്തെത്തുമ്പോൾ ചത്തു. അറ്റത്തെത്തുമ്പോൾ ചേട, അറ്റത്തെത്തുമ്പോൾ ചേട. അത് കുറച്ച് അറ്റത്തെത്തിയില്ല ഞാൻ. അറ്റത്തെത്തുമ്പോൾ ചേട, അറ്റത്തെത്തുമ്പോൾ ചേട, അറ്റത്തെത്തുമ്പോൾ ചേട, അറ്റത്തെത്തുമ്പോൾ ചേട, അറ്റത്തെത്തുമ്പോൾ ചേട, അറ്റത്തെത്തുമ്പോൾ ചേട, അറ്റത്തെത്തുമ്പോൾ ചേട. ബോയ്, ഞങ്ങൾ വേസ്റ്റ് ബക്കറ്റ് തന്നെയായിരുന്നു. ഓ കളിക്കണം മുത്തൂസേ. ഓക്കെ ബൈ. ഇതും കറങ്ങുമോ പുല്ലാണ്ടി? പറയണ്ട് ഇത് കറങ്ങുന്ന്. എല്ലാം കറങ്ങും ഗൈസ്. അയ്യോ, അത് വലിയ കറക്കാം. പുള്ളപ്പടിക്കാൻ നോക്കിയാണ് അണ്ണാച്ചി. കുറച്ച് അതിൻ്റെ തെറിപ്പിച്ചിടന്നാ പുല്ലാണ്ടി. എടെ എന്തുവാടേ, എടെ തെറിപ്പിച്ച് വിട്ടത്. എന്നാ നീ അങ്ങോട്ട് കളിക്കും. 15 മിനിറ്റ് ആയി ഇപ്പോൾ ഓൾറെഡി. നീ വന്നെൻ്റെ ലാസ്റ്റ് എത്തിയിട്ട് അവിടെ ഗൈസ്, ഞാൻ ഈ ഗെയിം ഇട്ട് വെച്ച് പോണ്. പക്ഷെ ഇത് പ്രാന്തൊന്നും പിടിക്കണില്ലേ, ഭാഗ്യത്തിന് ചെറിയൊരു പ്രാന്തേ പിടിക്കണുള്ളൂ. മറ്റേത് എൻ്റെ പൊന്നെ, ഞാൻ ഒരിക്കലും മറക്കാത്ത ഗെയിം മറ്റേ ഈ ഈജിപ്തിൻ്റെ സാധനം. എത്തി ഗൈസ്. യെസ്, എഡിറ്റ് ചെയ്ത് കളുമ്പോഴേക്കെല്ലാം പോവും. ഓക്കെ, വി നീഡ് ടു ഗെറ്റ് ദാറ്റ് ഡോർ. ഇതൊക്കെ ഫസ്റ്റ് ട്രൈയിൽ നമ്മൾ എത്തിച്ച് കാണിച്ചിരില്ല. എപ്പിടി ഇത് ഫുള്ള് ഗ്ലിച്ചാട്ടോ. ഇത് പോയി ബേബി ഗേളോ, ബേബി ഗേളോ. സിഗ്മ ബോയ്, സിഗ്മ ബോയ്, സിഗ്മ ബോയ്. ആരൊക്കെയാണ് ഗൈസ് സിഗ്മ ബോയ്സ്? സിഗ്മ ഗേൾസ് ആൻഡ് സിഗ്മ ബോയ്സ്, കം ഓൺ ടു മൈ ചാനൽ. We only proceed, no love. Only love. Love is not proceed in my channel. ഓക്കെ സുഹൃത്തുക്കളെ, അതാണോ ഇവിടുത്തെ എല്ലാം കൂത്തുന്നൊക്കെ പറഞ്ഞതിനടുത്ത് അങ്ങനെ വന്നാലും പെണ്ണിലാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. പെണ്ണും ചെക്കനും ഇല്ല, പെണ്ണും ഇല്ല, ചെക്കനും ഇല്ല, എല്ലാവരും ഇല്ല ഗൈസ്. മെയ്സ് നമ്മുടെ അടുത്ത കളി. നമ്മളിനി അങ്ങോട്ട് ഗൈസ് എത്തി. എന്താ ചെയ്യാം? ദിസ് ഇസ് അവർ ലാസ്റ്റ് ഫൈസ്. ജയിച്ചെന്ന് പറ. ഫൈനലി വി ആർ ഔട്ട് ഗെറ്റ് ഇൻ ദ ടണൽ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഓക്കെ, നമുക്ക് ആർക്ക് എടുക്കാൻ പറ്റും? അണ്ണാ ജയിച്ചോളി. നമുക്ക് അങ്ങോട്ട് നേരെ പോവാം. അവിടെ പുതിയ ഗെയിമിലോട്ടാവും എന്തായാലും. അപ്പോൾ നമുക്ക് പുതിയ ഗെയിമിലോട്ടല്ലേ. ഗായ്സ്, നമ്മളിവിടെ ചെക്ക് പോയിന്റ് എത്തി. യെസ് ബോയ്, യു വിൻ ബോയ്. ഓക്കെ, സോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ പിന്നെ വരുന്നവരെ ഇറ്റ്സ് മീ എസ്റ്റി. സോ സൈനിങ് ഔട്ട്.